Hello guys, welcome back to Mia Bay. So guys, എനിക്ക് ഇന്ന് ആക്ച്വലി ഞാൻ വളരെ എന്നെപ്പറ്റി തന്നെ പ്രൗഡ് ആയ ഒരു ദിവസമാണ്. കാരണം ടുഡേ എനിക്ക് ഒരു സംഭവം വന്നു, പോസ്റ്റിൽ വന്നു. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം റിസീവിങ് എ പോസ്റ്റ് വിത്ത് മൈ നെയിം ഓൺ ഇറ്റ്. അതായത് എൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് എൻ്റെ പേർക്കൊരു പോസ്റ്റ് വരുന്ന ഫസ്റ്റ് ടൈമാണ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം ആൻഡ് ടുഡേ ഐ ഗോട്ട് ദ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതായത് അതിൻ്റെ അച്ചീവേഴ്സ് പാർക്ക് ഇന്ന് ആണ് എനിക്ക് വന്നത്. സോ ഐ എം ലൈക്ക് നല്ല പ്രൗഡാണ്. ഐ എം ഫീലിംഗ് സോ ഗുഡ് അബൌട്ട് മൈ സെൽഫ്. എന്നെപ്പറ്റി തന്നെ കുറച്ച് പ്രൗഡായിട്ട് തോന്നുന്ന ഒരു മൊമെൻ്റാണിത്. ആൻഡ് എനിക്ക് ഫസ്റ്റ്ലി എനിക്ക് താങ്ക് ചെയ്യാനുള്ളത് അമ്മ, അച്ഛൻ, ഇവർ രണ്ടുപേരും ഫുൾ സപ്പോർട്ടിൽ നിന്നുകൊണ്ടാണ് എനിക്കിതൊന്ന് കിട്ടിയത്. പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്. ഫ്രണ്ട്സ് ഇവരെന്നെ ഒരുപാട് കളിയാക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നെ ഒത്തിരി കളിയാക്കുന്ന ആൾക്കാരാണ്. ബട്ട് യെറ്റ് അവരെനിക്ക് എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എനിക്ക് എപ്പോഴും ഒരു സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട് ഇവർ തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ഒത്തിരി മൈ ഫ്രണ്ട് ഇസ് ഇൻ ദ മീറ്റ്. 1 second. ഹലോ ഗോയ്സ്, ഞാൻ വീഡിയോ എടുക്കുന്നു. ഒരു സെക്കൻഡ് ഇപ്പം തീരും. സോ ഇന്ന് വളരെ പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു മൊമെൻ്റാണ്. എൻ്റെ ലാസ്റ്റ് നോട്ട് ലീസ്റ്റ് എനിക്ക് I would like to thank God for giving me this opportunity, and thanks to myself for giving a chance to attempt this or for trying to get this certain thing. So yeah, എന്തിനാണ് കിട്ടിയതെന്നൊക്കെ ഞാൻ ഏറ്റവും അവസാനം പറയാം. This is the unboxing video of India Book of Records. സോ ഇന്ന് ഞാനിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനമാണ്. ഇവിടെ ഇരിക്കുവാണ്, ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. എനിക്ക് ആകെ ഒരു കാര്യം മാത്രം അറിയാം. ദിസ് ഈസ് ഫോർ മീ ആൻഡ് ദിസ് ഈസ് ഫ്രോം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്. ആ ഒരു കാര്യം മാത്രം അറിയാം. സോ യാ, മൈ ഫ്രണ്ട് ഇസ് ഇൻ ദ മീറ്റ്. ഷീ വാണ്ട്സ് ടു സീ മൈ റിയാക്ഷൻ. ആൻഡ് അവളും എൻ്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ ഒത്തിരി കളിയാകുന്ന ഒരാളാണ്, ബട്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന. ബാലൻസ് എല്ലാവരും ട്യൂഷന് പോയി, സോ എടുക്കാൻ പറ്റത്തില്ല. സോ യാ, ലെറ്റ്സ് സീ. ഗോയ്സ്, നമുക്ക് അൺബോക്സ് ചെയ്യാം ഗോയ്സ്. ക്ലാപ്പടി. നൈസ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണം. പെട്ടി പൊട്ടിക്ക് അറിഞ്ഞുകൂടാ. Look what your friend got. Hi guys, നമുക്ക് അങ്ങനെ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത്യാവശ്യം കട്ടിയുള്ള നല്ല പെട്ടി കിട്ടി ഗൈസ്. ദാറ്റ് ഈസ് ദ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കട്ടിയുള്ളൊരു പെട്ടി കിട്ടി. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. പ്രസ്റ്റീജിയസ് ബോക്സ് ഓഫ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അൺബോക്സ് ചെയ്യാം. റിയാക്ഷൻ ഒന്നും വരത്തില്ല, വികാരമില്ലാത്ത ജന്തു ആയതുകൊണ്ട്. അയ്യോ, എങ്ങനെ തുറക്കുന്നു? അയ്യോ, എനിക്കൊരു പേന കിട്ടി. പേന ചാടി കളിക്കുന്ന ദേവിന് ഇത് ആണ് പേന. പിന്നെ മൈ
my medal of India Book of Records. അവള് അവിടെ അവക്കിപ്പോ ട്യൂഷൻ ഉണ്ട്. My biggest supporter on stage, guys. എനിക്ക് നിന്റെ റിയാക്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് ഇടണമെന്നുണ്ട്, പക്ഷെ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് റെക്കോർഡാക്കാൻ പറ്റത്തില്ല. So this is the medal, and now the copy of the books. This is India Book of Records 2025. പ്രതിഫലമാണ്. പിന്നെ എൻ്റെ ബിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഐ ഡി കാർഡ് നല്ല നല്ല അന്തസ് ഫോട്ടോ. ഞാൻ എടുത്ത ഫോട്ടോയും കൊള്ളത്തില്ലായിരുന്നു, ഫോട്ടോ കൊള്ളത്തില്ല, അതെപ്പോഴും എൻ്റെ ഫോട്ടോ അങ്ങനെയാണ്. പിന്നെ മൈ ബാഡ്ജ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ബാഡ്ജ് ഉണ്ട്. ഇത് കാറിൽ വെക്കേണ്ട എന്തോ സ്റ്റിക്കർ സംതിങ് ആണ്. Oh, and here it is, the most important thing, my certificates. Yeah, Nia Erath, born on 28th June 2011 of Thiruvananthapuram, Kerala, is titled as IBR Achiever for reciting all the elements of the periodic table in 41 seconds at the age of 13 years and 7 months, as confirmed on February 13th, 2025. Yeah, guys, we got something prestigious, very prestigious things here. Yeah, tomorrow I am coming with this to school. Anyways, I am so happy and etc. ഇനി ഇവളെ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ബാലൻസ് വീഡിയോ എടുക്കാൻ. ടാറ്റാ, താങ്ക് യു ഫോർ ജോയിനിങ് ദ ലൈവ്. So guys, this is the final thing, and I am so happy right now. ഇതാണ് ഇതിൻ്റെ ബില്ല് ഞാൻ കാണിച്ചു തരത്തില്ല, അമ്മയാണ്, of course that's my mother. And 2 IBR കാർ സ്റ്റിക്കേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർ സ്റ്റിക്കേഴ്സ് കാണുന്നു. And this is my ID card for IBR, Nia Erath IBR Achiever. And I have my blade with me. Where did my blade go? എൻ്റെ ബ്ലേഡ് കാണുന്നില്ല. ബ്ലേഡ് ഇവിടെ വെച്ചായിരുന്നു, ഇവിടെ പോയി. അച്ചോ എൻ്റെ ബ്ലേഡ്. ഇനി നമുക്ക് അത് കൂടെ മോശമാണ്. ഇനി നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ഈ ബുക്ക് അൺബോക്സ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഇതെന്തായിരിക്കും, ഐ ഡോണ്ട് നോ, ബട്ട് ഐ എം so happy right now because I've gotten the prestigious record of India Book of Records. And എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് കാര്യത്തിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ബട്ട് ഐ എം so happy. കുറേ ഇതിങ്ങനെ ഉണ്ട് നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ്സ് ആണ് ഇതെല്ലാം. IBR Achievers എൻ്റെ പേര് കാണുന്നു, അറിയത്തില്ല. Anyways, this is the IBR Achievers. ഇത് 2024 കിട്ടിയവരുടേതാണിത്. 2026 എഡിഷനിലായിരിക്കും ഇതിൻ്റെ ഫോട്ടോ വരിക. സോ യാ, ഇതാണ് സംഭവം. And I'm so grateful to all of the people, those who have supported me. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും very great thanks. And this is the pen. It is a luxury pen. കാണുമ്പോൾ തന്നെ അറിയാം. ആക്ച്വലി ഇതിൻ്റെ വില എനിക്ക് വെളിപ്പെടുത്തണം എന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഓരോ ഡ്രോപ്പ് ഓഫ് ഇങ്കും ഇറ്റ് ഈസ് വാല്യുബിൾ. സോ ഇത് വെച്ച് എഴുതലൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു പെന്നുണ്ട്. പിന്നെ അകത്ത് വരുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഉണ്ട്, ഒരു
കുഞ്ഞൊരു ബാഡ്ജ് പോലെ, ഇവിടെ ഒരു ബാഡ്ജ് ഉണ്ട്, അതെനിക്ക് ഇളക്കാൻ വയ്യ, അതാ സംഭവം. ബാഡ്ജ് ഉണ്ട്, പിന്നെ ബുക്ക് ഉണ്ട്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആൻഡ് IBR അച്ചീവറിൻ്റെ മെഡൽ ഉണ്ട്. സോ യാ, ഇത്രയേ ഉള്ളൂ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ, ലൈക്ക് so thankful to God, to my parents, to my teachers, to my friends, last but not the least, my friends, and all of my other people, എസ്പെഷ്യലി ചേട്ടനൊക്കെ ഒത്തിരി, എൻ്റെ ചേട്ടനൊക്കെ ഒത്തിരി ഇതിനായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സാധനം, ഇനി ഒരു കുഞ്ഞൊരു സ്റ്റോറി പറയാം. ഞാൻ ഈ കാര്യത്തിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ മലയാളം ടീച്ചറുണ്ട്, സന്ധ്യ മിസ് എന്നാണ് മിസ്സിൻ്റെ പേര്. അപ്പം മിസ് ഇങ്ങനെ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കുന്ന ടൈമിലാണ് മിസ് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുമ്പായിട്ട് 7th, ഞാൻ 8th പഠിക്കുമ്പോൾ ആണ് സന്ധ്യ മിസ് ഇത് വന്ന് പറയുന്നത്. അതിന് മുമ്പത്തെ ഇയർ മിഥുൻ സാർ എന്ന് പറഞ്ഞിട്ട് സാറിനെ ഫിസിക്സ് പഠിപ്പിക്കാണ്ടായിരുന്നു. സാറും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ IBRൽ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റി അറിയുന്നത്. സോ വൺ നൈറ്റ് നമ്മൾ പറയില്ലേ, ലെറ്റ് യുവർ ഇൻട്രൂസീവ് തോട്ട്സ് വിൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഇൻട്രൂസീവ് തോട്ടായിരുന്നു ടു റിസൈറ്റ് ദ പീരിയോഡിക് ടേബിൾ. ആൻഡ് എനിക്ക് ഈ സംഭവം അറിയാം, പീരിയോഡിക് ടേബിൾ ഒരു എന്താണ് പറയുന്നത്, ഒരു 8th എൻഡിങ് ഒക്കെ ആയപ്പം തൊട്ട് എനിക്കറിയാം. 8th എൻഡിങ് ആയപ്പോൾ എനിക്ക് പക്കാണ് വീഡിയോ എടുക്കുന്നു. 8th എൻഡിങ് ഒക്കെ ആയപ്പം എനിക്ക് പക്കായിട്ട് അറിയായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്നതാണ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഇന്നതാണ്, ഇതൊക്കെ എനിക്കറിയാം. 8th ഒരു പാതി ആയപ്പോൾ എനിക്ക് പീരിയോഡിക് ടേബിൾ ഫുള്ള് എനിക്കറിയായിരുന്നു. ഞാൻ നല്ലമാതിരി റിസൈറ്റ് ചെയ്യുമായിരുന്നു പീരിയോഡിക് ടേബിൾ. സോ വൺ നൈറ്റ്, റാൻഡം നൈറ്റ്, ഞാനിങ്ങനെ അടുത്ത ദിവസം എന്തോ എനിക്കൊരു പരിപാടി ഉണ്ട്, അടുത്ത ദിവസം അമ്പലത്തിൽ പോകണം. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അന്ന് രാത്രി നേരത്തെ കിടക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻട്രൂസീവ് തോട്ടായിരുന്നു, ട്രൈ ചെയ്ത് നോക്കാം, ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിൽ കയറിയിട്ട് ഞാൻ ഫാസ്റ്റസ്റ്റ് പേഴ്സൺ ടു റിസൈറ്റ് ദ പീരിയോഡിക് ടേബിൾ നോക്കിയപ്പോൾ 47 seconds ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് 47 seconds ടൈമർ വെച്ചിട്ട് പറഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ഒരുപാട് മുന്നേ ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ട് കാര്യം. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഐ ക്യാൻ ഡൂ ദിസ്, ഐ വോണ്ട് അപ്ലൈ എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ വീഡിയോ ഞാൻ എൻ്റെ കൂടെ കൊടുക്കാം. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ അമ്മയുടെ അടുത്ത്, എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ, അമ്മയുടെ കയ്യിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, അമ്മയുടെ വീട്ടിലാതിരിക്കുന്നത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കയറി അപ്ലൈ ചെയ്തൊരു സാധനമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാം. lithium, beryllium, boron, copper, nitrogen, fluorine, neon, sodium, magnesium, aluminum, silicon, phosphorus, sulfur, potassium, iodine, chromium, manganese, and cobalt, nickel, copper, zinc, aluminum, proton, sodium, metal, sodium, magnesium, lithium, platinum, silver, cadmium, indium, titanium, tritium, iron, xenon, beryllium, tellurium, praseodymium, neodymium, promethium, gadolinium, terbium, dysprosium, terbium, lutetium, hafnium, tungsten, rhodium, osmium, iridium, platinum, gold, mercury, thallium, lead, proton, arsenic, radon, francium, radium, actinium, thorium, plutonium, uranium, plutonium, americium, thorium, berkelium, californium, arsenide, fermium, aluminum, nobelium, lawrencium, rutherfordium, lumium, seaborgium, borium, hassium, metallium, damstadium, roentgenium, copper-cerium, leuconium, formonium, moscovium, neodymium, tungsten, manganese. അപ്ലൈ ചെയ്ത് ഞാൻ പോയി കിടക്കുന്നു. അടുത്ത ദിവസം അമ്പലത്തിൽ പോയി അന്ന് വൈകുന്നേരം ഞാനിപ്പോൾ എന്നെ വിളിച്ച് ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഞാൻ ഇന്ന സാധനം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവളിങ്ങനെ കളിയാക്കി, നിനക്ക് ശരിക്കും വട്ടാണില്ലേ, നമ്മളിങ്ങനെ കളിയാക്കി. ബട്ട് ആക്ച്വലി ഈ സാധനം എനിക്ക് കിട്ടും എന്നറിഞ്ഞപ്പോൾ I think she was the one who got to know it first, and ഭയങ്കര റിയാക്ഷൻ ഇട്ട് ആള് സംസാരിച്ചു, ഭയങ്കര റിയാക്ഷൻ, അത്യാവശ്യം നല്ല റിയാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ചേട്ടനെയാണ് രണ്ടാമത് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു 2-3 days ആയി ഞാനിങ്ങനെ നോക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ സ്പീഡിന് പറയാൻ പറ്റുന്നുണ്ട്. സോ ഐ വാസ് ലൈക്ക് കിട്ടില്ല, എന്തിനാണ് നോക്കുന്നത്, കിട്ടില്ല, നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമ്പോൾ ആ ദിവസം ഞാനിങ്ങനെ സ്കൂളിൽ പോയി ടീച്ചറിൻ്റെ കയ്യിരിക്കുന്ന വഴക്കെല്ലാം കേട്ടിട്ട് ഞാൻ വരുക. ഞാൻ ക്ലാസ്സിൽ ഉറങ്ങുമെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വരിക. അപ്പം ഞാനാണെങ്കിൽ അന്നത്തെ മൂഡ് അത്രയും പോയി, ടീച്ചർ എന്നെ നിർത്തി വഴക്ക് പറയുക. അങ്ങനെ എൻ്റെ മൂഡ് അത്രയും പോയി, ഞാൻ തിരിച്ച് വീട്ടിൽ വരിക. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്ന ഒരുമാതിരി കളിയാക്കുന്ന രീതിക്ക് അമ്മ ചോദിച്ചു,
IBR വല്ലതും വന്നാ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു മെയിൽ എടുത്ത് നോക്കട്ടെ. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെയിലും അമ്മയുടെ നമ്പർ, വാട്സപ്പ് നമ്പർ അമ്മയുടെ അടുത്തുവാ കൊടുത്തത്. അപ്പം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ എങ്ങനെ പോലും അമ്മയായിരിക്കും കാണുന്നത്. എൻ്റെ മെയിൽ ഞാനൊരു ബിസിനസ് ഇമെയിലുണ്ട്, ഞാൻ ബിസിനസ് ഇമെയിലാണ് എടുത്തിട്ടേക്കുന്നത്. അങ്ങനെ അമ്മ പറഞ്ഞ എടുത്ത് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിൽ എടുത്ത് നോക്കി, ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോൾ 2 വട്ടം റീഫ്രഷ് ചെയ്തു. 2ാമത്തെ റീഫ്രഷിൽ എനിക്ക് വന്നു കിടന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കിടന്നു. എൻ്റെ ലൈക്ക് എന്തുവാ സംഭവം, റിജക്റ്റ് ആയതാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ യു ഹാവ് ബീൻ എൻടൈറ്റിൽഡ് ആസ് IBR അച്ചീവർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. ഞാൻ അമ്മയെ വിളിച്ചിട്ട് അമ്മ ഞാനൊരു വിളി വിളിച്ചു. അമ്മയാണെങ്കിൽ അമ്മ പെട്ടെന്ന് അമ്മയുടെ സെക്ഷനുള്ള എല്ലായിടത്തൊക്കെ പറഞ്ഞു, എല്ലാവരും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ 2ാമത് ഞാൻ എനിക്ക് തോന്നുന്നു ആരെ വിളിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ക ഓർമ്മയില്ല. ഞാൻ വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ബിസിയാണ്. അപ്പോൾ ചേട്ടൻ ഫ്രണ്ട്സുമായിട്ട് ബീച്ചിൽ നിൽക്കുക. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നു, എനിക്ക് IBR കിട്ടിയെന്ന് പറഞ്ഞു. നീ തള്ളുവാ, നീ ഇമെയിൽ കാണിച്ചാൽ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ഞാൻ ഇമെയിൽ കാണിച്ചു കൊടുത്തു ചേട്ടനപ്പോൾ. നിനക്കോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ റിയാക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പോൾ വിളിച്ച ഫ്രണ്ട്, പിന്നെ എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അമൃത, ഇപ്പോൾ വിളിച്ചത് ദേവ്ന, അവള്, പിന്നെ അമൃത ഉണ്ട്, പിന്നെ ആരൊക്കെ ഉണ്ട്, വൈക ഉണ്ട്. എനിക്ക് അവളുടെ റിയാക്ഷൻ ഭയങ്കരമായിട്ട്. വിനയ, പിന്നെ വിനയയുടെ സ്കൂളിൽ നിന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാ ചെയ്തേ, അവരും കൺഗ്രാജുലേറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട റിയാക്ഷൻ ദേവന, ചേട്ടൻ, വിനയ, അമൃത, എല്ലാവരുടെയും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അമൃതയ്ക്ക് അയച്ചപ്പോഴും അമൃത ഇങ്ങനെ ചോദിച്ചു നീ എഡിറ്റ് ചെയ്തതല്ലേ, ഞാൻ വിശ്വസിക്കത്തില്ല, നീ എഡിറ്റ് ചെയ്തല്ലേ എന്ന് ചോദിച്ചു. അമ്മ ഇല്ല ഞാൻ എഡിറ്റ് ചെയ്തതല്ല, ഉള്ളതാണ് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് സംഭവങ്ങളെല്ലാം. ആൻഡ് ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് വരുക. ഞാനും ടീച്ചർ ഇങ്ങനെ പറഞ്ഞു ഇത് വന്നില്ലേ നീ എന്ത് ചെയ്യും, കാരണം ഇത് ഞാൻ ഇവർ എനിക്ക് മെയിൽ അയച്ചു, ഇന്നത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയച്ചതിന് ശേഷം ഇതിൻ്റെ ലൊക്കേഷൻ എനിക്ക് പക്കാ കിടക്കുന്നത് ഡൽഹിയിലാണ്, മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ട് നോക്കി, എനിക്ക് ഇന്ന് വന്നിട്ട് നോക്കിയില്ല, ഇന്നലെ നോക്കിയപ്പോൾ ഡൽഹിയാണ്. അങ്ങനെ അമ്മ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ ആൻറ്റി പറഞ്ഞു പെട്ടെന്ന് റെഡി ആവും നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിലൊരു ആൻറ്റി പറഞ്ഞു റെഡി ആവും നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി. അപ്പോൾ ആൻറ്റീൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി. ഞാൻ ടീച്ചറിന്ന് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ നിനക്ക് കിട്ടിയില്ലേ എന്ത് ചെയ്യും. സോ ടുമോറോ ഐ എം ടേക്കിംഗ് ദിസ് ടു സ്കൂൾ. എനിക്ക് ആക്ച്വലി ഐ എം സോ ബ്ലെസ്ഡ്, ഐ ഫീൽ സോ ബ്ലെസ്ഡ് ദിസ് മൊമെൻറ്റ്. ആൻഡ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. And thank you if you watched till here without skipping the video. I really thank you for doing that. And thank you for the people who have supported me, the people who have trusted in me. Yeah, atrake ullu. So thank you all. ഗോയ്സ് എൻ്റെ അമ്മയുടെ റിയാക്ഷൻ കാണാം ഗോയ്സ്. അമ്മ അവിടെ ഇരിയമ്മ, എന്നിട്ട് ഇത് തരത്തുള്ളൂ. അമ്മ വഹാ ബേട്ടോ. അമ്മയ്ക്ക് ഇത് എനിക്ക് കിട്ടുന്നതിന് മുമ്പേ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെന്തെന്നൊക്കെയാണ് പറയുള്ളൂ, പിന്നെന്തെന്നൊക്കെ പറയാനുണ്ട്. ആ പിടിച്ചോ ഇതാ. ആ താങ്ക് യു. ലൈറ്റ് ഇടാം ഗോയ്സ്. ബാക്കി സീരിയൽ നോയ്സസ്. നിക്ക് അമ്മ കേട്ട് അമ്മയുടെ റിയാക്ഷൻ എടുക്കുമല്ലേ. അയ്യോ ഇതൊക്കെ എങ്ങനെയൊക്കെ ഓണാവുന്നു.
ആ മഞ്ഞപ്പൊടി ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. പിന്നെ അവരെ വിളിച്ചിട്ടില്ല. ഞാനൊന്നും ബുക്ക് ചെയ്തില്ലല്ലോ. അവര് വിളിച്ചപ്പോ അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആരെ പേരിലാണ് വന്നത്. ഫ്രം അഡ്രസ് ഒന്നുമില്ല, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ആരെ പേരിലാണ് വന്നത്. അപ്പൊ ഇവളെ പേര് ഇന്നലെ നോക്കിയപ്പോഴും ഇത് ഡൽഹിയിൽ കിടക്കുന്നതാണ്. ഒരു ദിവസം നോക്കിയപ്പോ ഇന്ന് പ്രിൻസിപ്പലിന്റെ അടുത്ത് നമ്മളെന്ന് പറഞ്ഞു ഡൽഹി കിടക്കുന്നേ ഉള്ളൂ സാധനം. സ്റ്റേഷൻ അയ്യോ വന്നപ്പോഴും വന്ന് ഞങ്ങൾ പുറത്ത് പോവാന്ന് പറഞ്ഞു. പറയണ്ടെന്ന് പറയാൻ എന്ത് എന്തിന് അതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പറയണമായിരുന്നു. Those are car stickers. അങ്ങനെ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്. അത് ബില്ല്. അടുത്ത എഡീഷൻ്റെ എൻ്റെ പേര് വരും. ഇത് 2024 നമുക്ക് ചോദിച്ചു നോക്കാം. TV. Yeah. So we need to go to the studio and take a photo soon and email them along with my socials. Tomorrow I have class. ദേവൻ എന്നെ വീഡിയോ കോൾ വിളിച്ച് എനിക്ക് ഇതിൻ്റെ ലൈവ് റിയാക്ഷൻ കാണണം, വീഡിയോ കോൾ വേണമെന്നൊക്കെ പറഞ്ഞ്. ദേവന് അതിൻ്റെ അകത്തോളം തുള്ളിച്ചാട്ടം. ഇന്ന് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് വന്ന കാര്യമല്ല ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ ശനിച്ച് വയ്യ ഇനി നീയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു അവളൊന്ന്. ഞാൻ ചെന്ന് പറഞ്ഞ് റേക്ക് സാധനം ബിയെ वो है മെയിൻ സാധനം. वो लैमिनेट कर सकते हैं क्या कर എന്നും ചെയ്യണം. करना चाहिए. എടുത്ത് അമ്മ ടാറ്റ പറ, ബൈ പറ.
ബൈ. സബ്സ്ക്രൈബ് പറ പറ പറ. നീ പറ, എന്നിട്ട് നമുക്ക് വ്യൂ ചെയ്യാം. പറയും അമ്മാജി. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പറ. ഓ ബഹുത്ത് ബിസിയേ അല്ലേ? പറ പറ പറഞ്ഞിട്ടിട്. ടാറ്റാ.